എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പേരിൽ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു പച്ചക്കറി തോട്ടമുണ്ട് വീടിൻ്റെ പിന്നിലും മുന്നിലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ, അത് ഞാനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീടിൻ്റെ പിന്നിൽ നമുക്ക് കുറച്ചൊരു 3-4 ഈ കാന്താരിയുടെ മരമുണ്ട്. കാന്താരി വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ്. നമുക്ക് കൊളസ്ട്രോളൊക്കെ കുറയുന്ന ഒരു ഇതാണ് ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കഴിയുന്ന നട്ട് വളർത്തുക. പിന്നെ വഴുതനയുടെ കുറച്ച് മരങ്ങളുണ്ട്, അത് വീട്ടിൻ്റെ പുറകിലായിട്ട് തന്നെയാണ്. അത് കുറേ ഉണ്ട്, 1-2 ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്യാം, മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ വഴുതന. നടുവൊക്കെ കീറി മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞാൽ. ഇത് കോവക്കയുടെ ഒരു പന്തലിട്ടതാണ്. ഇതിനകത്ത് ഒരുപാട് കോവക്ക ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒരു കോവ ചെടിയൊക്കെ നട്ട് വളർത്തി കോവക്ക ഉണ്ടാക്കണം. പിന്നെ ഇത് നരയൻ കുമ്പളങ്ങ എന്ന് പറയും. ഓലം വെക്കാൻ വളരെ നല്ല സൂപ്പർ സാധനമാണ്. ഓക്കെ, ഇത് ഒരു 3-4 വള്ളി ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരു 5-10 എണ്ണം ഉണ്ടായിട്ടുണ്ട്. 1-2 ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊടുത്തു, ബാക്കി ഇത് അവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിനകത്ത് വളം അല്ലേ, രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതിന് വേറെ പണിയൊന്നുമില്ല. ഒരു കുഴി ഒഴിക്കുക, കുറച്ച് എന്തെങ്കിലും വളം ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ പയറാണ്, ഈയിടെ ഞാൻ കാണിച്ചായിരുന്നു പയർ. അപ്പോൾ അതുകൊണ്ട് പയർ തീരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ കാട്ടുന്നത്. അപ്പോൾ കോട്ടപ്പയറെന്ന് പറയും. ഒരു 4 പയറുണ്ടായാൽ നമുക്ക് 2 പേർക്ക് സുഖം. പിന്നെ പാവക്ക ഉണ്ടായിരുന്നു. പാവക്കയാണ് ഈ കാണുന്നത്. നമ്മുടെ ആവശ്യത്തിന് പാവക്ക ഒരു 10-30 പാവക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയേ വേണ്ടൂ. കുറച്ച് നമ്മൾ കൊണ്ടാട്ടം വെയിലത്തിട്ട് ഉണക്കി ബാക്കി ഞങ്ങൾ വെച്ചു. ഇത് ചീരയാണ്. അപ്പോൾ ചീര നമുക്ക് വളരെ വളരെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു പണിയുമില്ല. എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ ഇത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീരയുടെ പയറിൻ്റെ അടുത്താണ് ഈ, അതുകൊണ്ടാണ് രണ്ടാമത് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് വെള്ളരിയാണ്. വെള്ളരിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കറിയൊക്കെ വെച്ചു. ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഒരു 3-4 എണ്ണം. ഇപ്പം ബാക്കി കാണിക്കുന്നുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിവിടെ കാണിക്കുന്ന വെള്ളരിക്ക് കുറച്ച് നല്ല മണ്ണ് നന്നായിരിക്കണം. ചരൽ കല്ലൊക്കെയുള്ള മണ്ണിൽ ഇത് വെള്ളം നിൽക്കത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിടുക. ഇത് പൊട്ടിക്കുക, എന്താ ഇതിന് പറയുക, പൊട്ടിക്കുക. കാരാപ്പിരിക്ക എന്ന് പറയും നമ്മൾ. കാരാപ്പിരിക്കും ഒരു 3-4 തൈയുണ്ട്. അതിനകത്ത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കശുവണ്ടി കാണിക്കുന്നില്ല, അതിനടുത്ത് തന്നെ കശുവണ്ടിയുടെ മരമുണ്ട് കുറച്ച് ഇപ്പുറത്തായിട്ട്. അപ്പോൾ അത് ഞാനൊന്നിങ്ങനെ വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കഴിയുന്നതും പച്ചക്കറി വീട്ടിലുണ്ടാക്കുക. എൻ്റെ ഏകദേശം മാക്സിമം ഞാൻ ഇവിടെ തന്നെ ചെയ്യാറുണ്ട്. ഒരുപാട് പച്ചക്കറി ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത് കുറച്ച് മുകളിലോട്ട് പോയി അവിടെ പൊട്ടിക്കൊക്കെ കാണിക്കുന്നില്ല. അവിടെ ഉള്ള കാന്താരിയാണ്, വീണ്ടും ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 5-6 ഐറ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വേറെ പൊട്ടിക്കുണ്ട്, അതുമാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഓക്കെ, ആ വാഴയുടെ അടുത്ത് തന്നെ ഉള്ളതാണ് ഇത് പൊട്ടിക്ക, അതാണ് കാണിച്ചത്. കാരാപ്പിരി ഇത് ഓലം വെക്കാൻ നല്ല സൂപ്പറാണ്. കുറച്ച് വെളുത്തുള്ളിയും ചുവന്ന ഉള്ളിയും ഉണ്ടല്ലോ ചെറുത്, അതൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, കഴിച്ചവർക്കേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ ചെയ്യുക. പിന്നെയും ഇതുണ്ട്, ഇതാണെന്നില്ലേ നമ്മളെ പപ്പായ, കർമൂസ് എന്ന് പറയും. വളരെ നല്ല സാധനം. അത് കൂടുതലും 3-4 മരമുണ്ട്. ഇത് നമ്മൾ പഴുപ്പിച്ചിട്ടാണ് കൂടുതലും കഴിക്കുന്നത്. കറി വെക്കാനുണ്ട്, ഓലം വെക്കും, മറ്റേ കറിയൊക്കെ വെക്കാം ഇത്. ഓക്കെ, കുറേ വാഴയൊക്കെ ഉണ്ട് ഇവിടെ. അതായത് ഇതിന് അടിപൊളി കൊല കാണിക്കുന്നതാണ്. കുറേ വാഴയുണ്ട് അവിടെ ഇവിടെയൊക്കെ, മുഴുവൻ കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ല കൊല. അതിനടുത്തായിട്ട് തന്നെ ഒരു പേര മരമുണ്ട്. ആ പേര ഒരു ചുമന്ന പേരയ്ക്കാണ് അല്ലേ, ഒരു റെഡിഷ് കളറാണ് ഉള്ളിൽ. അത് നന്നായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്, അത് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് റംബൂട്ടാൻ എന്നല്ലേ പറയുന്നത്. ഈ വർഷം നന്നായിട്ട് പുഷ്പിച്ചിട്ടുണ്ട്, പൂക്കളുണ്ട്, ഒരുപാടുണ്ടാകും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കൈകൊണ്ട് പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളാണ്. ഓക്കെ, ഇതാ കാണുന്നില്ല, നല്ല പൂവാണ്. ഈ പ്രാവശ്യം വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ച് എന്തെങ്കിലും ഈച്ചകളൊക്കെ വരുന്നതിന് കുറച്ച് മരുന്ന് സ്പ്രേ എടുത്താൽ കായ് ഉണ്ടാകുന്നതിന് മുന്നേ
എന്തെങ്കിലുമൊക്കെ കുറച്ച് കീടനാശിനി സ്പ്രേ ചെയ്യുക. ഇത് വന്നിട്ട് വഴുതിനയുടെ ഒരു പുതുതായിട്ട് ഞാൻ നട്ടതാണ്. വഴുതിന ചെടിയാണ്. ഇപ്പോൾ വളർന്നിട്ടുണ്ട് നന്നായിട്ട്. ഇതൊരു കുറേ ഉണ്ട്, ഒരു 10-35 എണ്ണം. കഴിഞ്ഞ വർഷം ഇതുപോലെ ചെയ്തോ, ഒരുപാട് വഴുതിന ഞാൻ കടയിൽ കൊണ്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ ചെയ്ത പാടാം. 2 മാസം കൊണ്ട് ഇതിന് കായ്ക്കും. കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ മറ്റേ ജൈവവളവും പിന്നെ കുറച്ച് ആലവളം ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ വളരെ സൂപ്പറാണ്. ഓക്കെ, അത് തന്നെയാണ് ഈ റംബൂട്ടാൻ്റെത്. അത് വീണ്ടും കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അതിനടുത്ത് തന്നെ സപ്പോട്ട മരമുണ്ട്, അത് കാണിക്കുമ്പോൾ ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സപ്പോട്ട. ഒരുപാട് സപ്പോട്ട ഉണ്ടായതാണ്, തീർന്നു. അത് തീരുമ്പോഴത്തേനും അടുത്തതും ഉണ്ടാവും. ഒക്കെ കൈകൊണ്ട് പറിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള മരമാണ്. ഇങ്ങനെ സൈഡിലോട്ട് ബ്രാഞ്ചസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കൈകൊണ്ട് പറിക്കാം, ഒന്നിൻ്റെയും മുകളിലോട്ട് കയറേണ്ട ആവശ്യമില്ല. ഓക്കെ, ചെറുതാണ് ഇതൊക്കെ, ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു 10-15 എണ്ണം നല്ല വണ്ണമുള്ള കിട്ടിയായിരുന്നു. അപ്പോൾ അത് പറിച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ബക്കറ്റിനകത്ത്, പ്ലാസ്റ്റിക് പെയിൻറ്റ് ബക്കറ്റോ അതിനകത്തൊക്കെ വെച്ചാൽ മതി. ഓക്കെ, പിന്നെ പേരയാണ്. പേര നേരത്തെ ഒരെണ്ണം കാണിച്ചായിരുന്നു, ഒരു ചുവന്ന പേര. ഇത് സാധാ പേരയ്ക്കാണ്, പച്ച. ഇതും കൈകൊണ്ട് പറിക്കാൻ പറ്റുന്നത്. ഇത് മുറ്റത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ്. എല്ലാം കൈകൊണ്ട് പറിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പഴുത്ത് കേട് വരുന്നതിന് എന്താ ചെയ്യേണ്ടത്? പക്ഷികൾ കൊണ്ടുപോകുന്നതിന് കുറേയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നല്ല സീസൺ ടൈം ആകുമ്പോൾ ഈ കശുവണ്ടി അതും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് അങ്ങനെ പേര പക്ഷികൾ തിന്നത്തില്ല. ഓക്കെ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കഴിക്കാൻ എളുപ്പ വഴിയെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് അടിച്ചു കൊടുത്താൽ മതി. ഇത് ജ്യൂസ് അടിക്കാൻ വളരെ ഉത്തമമാണ്. ഇത് ഞാൻ കയറി പറിക്കുന്നത് കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ ഇവിടെ തന്നെ നല്ല പഴുത്ത സാധനമാണ് അത്. പിന്നെ കുറേയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ സഞ്ചി ഉണ്ട്, ഈ മുട്ടയൊക്കെ വാങ്ങുന്ന ചെറിയ സഞ്ചിയില്ല, ചെറിയ 1/2 കിലോൻ്റെയൊക്കെ, അത് വെച്ചൊന്ന് കെട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ, അതൊക്കെ പറിക്കുന്നതെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പേരയ്ക്ക് എല്ലാ കൃഷിയും നല്ലതാണ്. നമ്മൾ വീടിന് ചുറ്റിലും സ്ഥലം ഉണ്ടെങ്കിൽ, അത് ഇല്ലെങ്കിലും നമുക്ക് വീടിൻ്റെ മുകളിൽ ടെറസിലൊക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് മാവാണ്. മാവും കൈ കൊണ്ട് എത്തത്തില്ല, ചെറിയ ഒരു കൊക്ക ഉപയോഗിച്ച്, വടി ഉപയോഗിച്ച് അതിനകത്ത് കെട്ടിയിട്ട് നമുക്ക് പറിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പറ്റുന്ന ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്